എല്ലാവർക്കും നമസ്കാരം. 2 ദിവസം മുൻപത്തെ റിപ്പോർട്ടർ ചാനലിൻ്റെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്നൊരു പരിപാടി കാണുവാനിടയായി. അതിൽ ശ്രീമാൻ ഉണ്ണി ബാലകൃഷ്ണൻ ഒരു നെടുങ്കൻ പ്രസംഗം തന്നെ പറഞ്ഞു തീർത്തു. അത് മുഴുവൻ കേട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് പ്രശസ്ത കവി അന്തരിച്ച അയ്യപ്പ പണിക്കരുടെ ഒരു കവിതയാണ്. വെറും ഒരു മോഷ്ടാവായവരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, അതായിരുന്നു ആ കവിത. ഇത് പറയുവാൻ ഒരു കാരണമുണ്ട്. പാകിസ്ഥാനുമായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുമ്പോൾ തങ്ങൾ വാർ ഫ്രണ്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്തതെല്ലാം സത്യമായിരുന്നു എന്നായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത്. അങ്ങനെ വലിയ വാചാടോപമായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ വക ഉണ്ടായത്. ലാഹോർ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞു, റാവൽപിണ്ടി അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അതെല്ലാം ഞങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു. റിപ്പോർട്ടർ ചാനൽ പറഞ്ഞതെല്ലാം 72 മണിക്കൂറിന് ശേഷം DGMOമാരുടെ വാർത്താ സമ്മേളനത്തിൽ അവർ എല്ലാം ശരിവെച്ചു. ഇതായിരുന്നു പുള്ളി പറഞ്ഞു വെച്ചത്. ഇനി ഇതുകൂടി ഒന്ന് കേൾക്കൂ. പോയത് അതിൻ്റെ ഭാഗമായിട്ട് തുടർന്ന് ഞങ്ങൾ രാത്രിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോക്കൂ, ഇസ്ലാമാബാദ് വരെ, അതായത് പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദ് വരെ ഇന്ത്യയുടെ അറ്റാക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞത്. ഇന്ന് DGMOs എന്താ പറഞ്ഞത്? ചക്ലാല എന്ന് പറയുന്ന വ്യോമത്താവളത്തെ ഞങ്ങൾ ആക്രമിച്ചു. അവിടെ പറഞ്ഞു നിർത്തിയില്ല കേട്ടോ. DGMO ഒരു കാര്യം കൂടി പറഞ്ഞു, അത് ഇസ്ലാമാബാദിലാണ് എന്നുകൂടി പറഞ്ഞു. വളരെ വ്യക്തമായി പറഞ്ഞു. ചക്ലാല എവിടെയാണ്? ഇസ്ലാമാബാദിലാണ്. അവിടെ തീർന്നില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു ലാഹോർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ലാഹോർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആരാണെന്ന് DGMO തന്നെയാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റം ന്യൂട്രലൈസ് ചെയ്തു എന്നുകൂടി പറഞ്ഞു. റാവൽപിണ്ടി അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞു. നമ്മളാണ് റിപ്പോർട്ട് ചെയ്തത് റാവൽപിണ്ടി അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ആരാണിന്ന് റാവൽപിണ്ടി അറ്റാക്ക് ചെയ്തു എന്ന് സ്ഥിരീകരിച്ചത്? രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് പറഞ്ഞത്. എന്ന് മാത്രമല്ലല്ലോ, നമ്മൾ പറഞ്ഞിരുന്നു സക്കർ എന്ന് പറയുന്ന വ്യോമതാവളം സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു ഇന്ത്യ, ജക്കോബാബാദ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു ഇന്ത്യ, സർഗോദ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നു ഇന്ത്യ. സർഗോദ പോലെ ആഞ്ഞടിച്ചു. ഡ്രോൺസ് വന്നു, മിസൈലുകൾ വന്നു, ഫൈറ്റിംഗ് എയർക്രാഫ്റ്റുകൾ വന്നു. എന്താ സംശയം? ഇതൊക്കെ തന്നെയാണ് വളരെ കൃത്യമായിട്ട് വ്യാഴാഴ്ച രാത്രി 8:30 മണി മുതൽ രാവിലെ 6 മണി വരെ നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ പ്രതിരോധിക്കുകയായിരുന്നു, പിന്നീട് നമ്മൾ തിരിച്ചടിക്കുകയായിരുന്നു. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചുകൊണ്ടാണ് 72 മണിക്കൂറിന് ശേഷം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട 3 DGMOs എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ വന്നിട്ടാണ് ഈ മാപ്പ് ഇട്ടിട്ട് സ്ലൈഡ് ഷോ ആയിട്ട് കാണിച്ച് ഇന്ന സ്ഥലങ്ങൾ ഇന്ത്യയിൽ ആക്രമിക്കാൻ ശ്രമിച്ചു. ആ ആക്രമണങ്ങളൊന്നും ഈ രീതിയിൽ എന്താണോ വ്യാഴാഴ്ച രാത്രി 8:30 മണി മുതൽ രാവിലെ 6 മണി വരെ നിരന്തരമായി റിപ്പോർട്ടർ TV അതിൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടിരുന്നത്, ആ കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി തെളിവ് സഹിതമാണ് 72 മണിക്കൂറിന് ശേഷം 1.25 മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട 3 സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. അത് ഒരു തരത്തിലുള്ള വാർ ഹിസ്റ്റീരിയം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. ഒരു തരത്തിലുമുള്ള വാർ ഹിസ്റ്റീരിയ ഉണ്ടാക്കാൻ തങ്ങൾ ശ്രമിച്ചില്ല. ഇത്രയും പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് തോന്നി? ചെയ്തതൊന്നും അത്ര വെടിപ്പല്ലായിരുന്നു എന്ന് റിപ്പോർട്ടർ ചാനലിന് തന്നെ തോന്നി. അതുകൊണ്ടായിരുന്നു സുദീർഘമായ ഏകദേശം 14 മിനിറ്റിലധികം നീണ്ടു നിന്ന ആ കൺഫെഷൻ. വലിയ പ്രതിഷേധവും പരിഹാസവും കളിയാക്കലും ഒക്കെയായിരുന്നു സോഷ്യൽ മീഡിയ നിറയെ. അതവർക്ക് മനസ്സിലാകുകയും ചെയ്തു, അതവർ പറയുകയും ചെയ്തു. ഒടുക്കം എന്തു പറ്റി എന്ന് ചോദിച്ചാൽ, പറഞ്ഞു വന്നപ്പോൾ അച്ഛൻ ഇവിടെയുമില്ല പത്തായത്തിലുമില്ല എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ. ഇവർ വാർ ഹിസ്റ്റീരിയ തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ തന്നെ ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. വിമാനത്താവളങ്ങളെല്ലാം അടച്ചു. ഡോക്ടർ അരുൺ കുമാറിൻ്റെ വകയായിരുന്നു ആ റിപ്പോർട്ടിങ്. ഒരുമാതിരി വള്ളം കളിയുടെ കമൻട്രി പോലെയായിരുന്നു റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ റിപ്പോർട്ടിംഗ് എല്ലാം തന്നെ. ആ കമൻറ്റേറ്റർ ഷൈജു ദാമോദരൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തെ കൂടി ചാനലിൽ കൊണ്ടുപോയി ഇരുത്തിയിരുന്നുവെങ്കിൽ സംഗതി ഒന്നുകൂടി പൊലിപ്പിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കറാച്ചി തുറമുഖം അടിച്ചു തീർത്തു. ഇപ്പോൾ INS വിക്രാന്ത് അങ്ങോട്ട് അടിച്ചു കയറും. തിലകൻ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും, ബൊഫേഴ്സിൻ്റെ തോക്ക്, മലപ്പുറം കത്തി, ഒലക്കയുടെ മൂട്. സത്യത്തിൽ നമ്മൾ വാർ റിപ്പോർട്ടിംഗ് ഒന്നും ചെയ്തിട്ടില്ല. യുദ്ധമുണ്ടായിട്ടുള്ള കാലത്തൊന്നും നമുക്ക് TVയും ഇൻ്റർനെറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കൈവന്ന ഒരു സുവർണാവസരം അടിച്ചു തീർത്ത് കളയാൻ എന്ന മട്ടിലായിരുന്നു മലയാളത്തിലെ എല്ലാ ചാനലുകളും ശ്രമിച്ചത്. ഉണ്ണി ബാലകൃഷ്ണനും അരുൺകുമാറും പറഞ്ഞതൊക്കെ തന്നെയാണ് മറ്റു ചാനലുകളും പറഞ്ഞത്. പിന്നെ ഇവർക്ക് മാത്രമായിട്ട് എവിടെ നിന്നാണ് ഈ വിവരമൊക്കെ കിട്ടിയത്? എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ മരംമുറി ചാനലിന് മാത്രമായിട്ട് ഈ വിവരങ്ങൾ കിട്ടിയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആർക്കാണ് TRP റേറ്റിംഗിൽ മുന്നിലെത്താൻ കഴിയുക? ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഇവരുടെ എല്ലാം. പണ്ടൊരിക്കലെ മാതൃഭൂമി ചാനൽ ഏതോ ഒരു യുദ്ധം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഏതോ ഒരു വീഡിയോ ഗെയിമിലെ ചില വിഷ്വൽസ് ഒക്കെ എടുത്തിട്ട് പൊലിപ്പിച്ചത് ഓർമ്മിക്കുന്നില്ലേ? ഇത്തവണ അതുണ്ടായില്ല എന്ന് മാത്രം. ഇനി ഉണ്ടായോ എന്നറിയില്ല. ഏതാണ് സത്യം ഏതാണ് നുണ എന്ന്
നമ്മളെങ്ങനെ തിരിച്ചറിയാനാണ്, അല്ലേ? അരുൺകുമാറിനെ നമുക്കറിയാം. നുണ ഭംഗിയായി പറഞ്ഞു ഫലിപ്പിക്കുവാൻ ഈ ഡോക്ടർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. പണ്ടൊരിക്കൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ ഡോക്ടറേറ്റ് വാഴക്കുല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയാണോ എന്ന്. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ നോട്ട് നിരോധന പരസ്യം സത്യമാണ് എന്ന് വിചാരിച്ച് രാവിലെ വന്ന് ചാനലിൽ വിളമ്പിയത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ കർണാടകയിൽ നമ്മുടെ ഒരു ലോറി പോയപ്പോൾ അവിടെ ചെന്ന് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഹൂ ഈസ് ദ എസ് പി, വെയർ ഈസ് യുവർ എസ് പി എന്നൊക്കെ ചോദിച്ച് ഷോ കാണിച്ച് തല്ല് മേടിക്കാതെ ഭാഗ്യം കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നതും ഓർമ്മയില്ലേ? ഇതേ മനുഷ്യൻ മലപ്പുറത്ത് ഏതോ ഒരു യൂട്യൂബർ കടുവയെ കണ്ടെന്നും പറഞ്ഞ് ഒരു ഫേക്ക് വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ടു. ഇത് സത്യമാണെന്ന് കരുതി ചാനലിൽ അലക്കി ഇദ്ദേഹം എടുത്തിട്ട് അലക്കി നാണം കെട്ട വാർത്തയും നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാവും. എന്നിട്ടും യാതൊരു എളുപ്പമില്ലാതെ മാധ്യമധർമ്മമാണ്, വാർ റിപ്പോർട്ടിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് ചാനലിൽ ഇരുന്നു കൊണ്ട് കൂട്ടത്തള്ളും. ഓരോരുത്തരും മാറി മാറി തള്ളുന്നു. പാകിസ്ഥാനെ സഹിക്കാം, പക്ഷേ ഇയാളെ സഹിക്കാൻ പറ്റില്ല എന്നായിരുന്നു പല കാഴ്ചക്കാരുടെയും കമൻറ്റ്. പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഇനി വേണ്ട എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്ന് അരുൺകുമാർ ഫ്ലോറിൽ നിന്ന് തള്ളുമ്പോൾ സുജയ പാർവതി പറയുന്നു ഡോവലിൻ്റെ ട്വിറ്റർ ഹാൻഡിലിൽ നിന്നുമാണ് തങ്ങൾക്ക് ഈ വിവരം കിട്ടിയിരുന്നത് അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്നത് എന്ന്. പിന്നെ ഇവർ തന്നെ പറയും ഞങ്ങൾ ഫാക്റ്റ് ചെക്ക് ചെയ്തു, വാർത്ത ശരിയല്ല, അതുകൊണ്ട് ആരും വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത് എന്ന്. ആരാണ് വ്യാജ വാർത്തകൾ കൊടുക്കുന്നത്? അവരാണ്, നമ്മളാരുമല്ല, അല്ലേ? പിന്നെ അവർ തന്നെ നമ്മളോട് പറയും ആരും വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത് എന്ന്. എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു എന്നൊരു വാർത്ത വായിച്ചപ്പോൾ എത്ര പേരുടെ യാത്ര മുടങ്ങി കാണുന്നു? അത് ഈ ശ്രീ അരുൺകുമാറിന് അറിയാമോ? പ്രകാശവേഗതയുടെ 3 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന പുതിയ ബ്രഹ്മോസ് മിസൈൽ, ഇതും ഡോക്ടർ അരുൺകുമാറിൻ്റെ കണ്ടുപിടുത്തമാണ്. യഥാർത്ഥത്തിൽ ബ്രഹ്മോസ് മിസൈലിൻ്റെ വേഗത മണിക്കൂറിൽ 3430 കിലോമീറ്റർ ആണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഈ ഡോക്ടർ അരുൺകുമാറിന് എവിടെ നിന്നാണ് ഇത്രയും വേഗത കിട്ടിയത്? വായുവിൽ പ്രകാശവേഗത അപ്രോക്സിമേറ്റ്ലി സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ 3 ഇരട്ടി വേഗത എന്ന് പറയുമ്പം സെക്കൻഡിൽ ഏകദേശം 9 ലക്ഷം കിലോമീറ്റർ വേഗത ഉണ്ടാകണം. ഡോക്ടർക്ക് അബദ്ധം പറ്റിയതാണ്, ആവേശം കൊണ്ട് പറ്റിയ അബദ്ധമാണ്. ഇത്രയും ആവേശമാകാമോ ഡോക്ടറെ? ഇപ്പോൾ വന്ന് ട്രോളർമാരുടെ ഏറ്റവും വലിയ ആവേശവും പ്രചോദനവും എല്ലാം ഈ ഡോക്ടറാണ്. ചാനലിലാണെങ്കിൽ സുജയ പാർവതി എപ്പോഴും ഡോക്ടർ അരുൺകുമാർ എന്ന് ഇടയ്ക്കിടയ്ക്ക് ബികോം ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന പോലെ ഒരു ആത്മവിശ്വാസം കൂട്ടാൻ, ഡോക്ടർക്ക് ഒരു ആത്മവിശ്വാസം കൂട്ടാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കാണാം. ഇനി അതോ സുജയ ഡോക്ടറെ ട്രോളുന്നതാണോ? എനിക്ക് സംശയമുണ്ട്. വാഴക്കുല യൂണിവേഴ്സിറ്റി ആണല്ലോ, ചിലപ്പോൾ അങ്ങനെയും ആകാം. ഇനി ഇയാളുടെ ചില സൈദ്ധാന്തികമായ തള്ളുകൾ കൂടി പറയാം. ഓരോ തവണ പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലിലെ മസാല ദോശ കഴിക്കുമ്പോഴും പിന്തള്ളപ്പെട്ടു പോകുന്നത് നമ്മുടെ ഭരണഘടനയാണ്. മാട്രിമോണിയൽ സൈറ്റിൽ മാത്രമല്ല, നല്ല പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലിലും നല്ല ഒന്നാം തരം ജാതീയതയും വംശീയതയും പറയുന്ന ബോധ്യം നമുക്ക് രൂപപ്പെട്ടത് നമ്മളിൽ നിലനിൽക്കുന്ന ഫ്യൂഡൽ ജന്മി സ്വഭാവത്തിൻ്റെ ഭരണഘടനാ വിരുദ്ധമായ മാനസിക നില ഉള്ളതുകൊണ്ടാണ്. എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലാകില്ല. നമുക്ക് മനസ്സിലാകാത്ത ചില സിദ്ധാന്തങ്ങൾ നമ്മുടെ സന്ദേശം സിനിമയിലെ ശങ്കരാടിയെപ്പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതാണ് ഇയാളുടെ ഒരു പൊതു സ്വഭാവം. ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളോടാണ് എന്ന് തോന്നുന്നു, അവരോട് പറയുന്നത് കേട്ടു, ആരും അദ്ദേഹത്തെ സാറേ എന്ന് വിളിക്കണ്ട, അദ്ദേഹം വരുമ്പോൾ ആരും എഴുന്നേൽക്കണ്ട എന്നൊക്കെ. അങ്ങനെ ചെയ്യുമ്പോൾ ജനാധിപത്യം തകരുകയാണ് എന്നാണ് ശ്രീമാൻ അരുൺകുമാറിൻ്റെ ഒരു ഇതൊന്ന് കേട്ടു നോക്കൂ. സാറിനെ സാറേ എന്ന് കുട്ടികൾ വിളിക്കണം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ക്ലാസ്സിൽ പറയുന്നത് എന്നെ നിങ്ങൾ സാറേ എന്ന് വിളിക്കരുത്, നിങ്ങൾ എന്നെ സാർ എന്ന് വിളിക്കുകയും ഞാൻ നിങ്ങളെ സ്റ്റുഡൻ്റ് എന്ന് വിളിക്കുകയും ചെയ്യുന്നിടത്ത് അടിസ്ഥാനമായി ഞാൻ പഠിപ്പിക്കേണ്ട വിഷയം അവിടെ ഇല്ലാതാവുന്നു. ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ടത് ജനാധിപത്യത്തെക്കുറിച്ചാണ്. ഞാൻ ജനാധിപത്യത്തെക്കുറിച്ച് പഠിപ്പിക്കാനായി ക്ലാസ്സിൽ വരുന്ന സമയത്ത് എൻ്റെ കുട്ടികൾ മുഴുവൻ കൂട്ടത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് ഒരു രാജാവിനെ പോലെ കടന്നു വന്ന ഞാൻ കുട്ടികളെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ചോക്ക് എടുത്ത് ബോർഡിൽ ആദ്യത്തെ വാക്ക് കുടിച്ചിടുന്നു. ഇന്ന് നമുക്ക് പഠിക്കേണ്ട വിഷയം ജനാധിപത്യത്തെക്കുറിച്ചാണ്. ഒരു രാജാവായി എനിക്ക് ജനാധിപത്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ക്ലാസ് മുറിയിൽ ഒരാളും എഴുന്നേൽക്കരുത് എന്ന നിലപാട് വളരെ കൃത്യമായി നമ്മൾ ഇത്രയും കാലം പിന്തുടരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും 7-8 കുട്ടികൾ ശരാശരി 60 പേരുള്ള ഒരു ക്ലാസ്സിൽ എഴുന്നേൽക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. ശീലങ്ങളുടെ തടവുകാരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് നമുക്ക് ലംഘിക്കാൻ കഴിയില്ല. കുട്ടികളോട് നമ്മൾ പറയും അത് പാടില്ല എന്നുള്ളതാണ്. മുൻപിലിരിക്കുന്നത് വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ഈ അധ്യാപകൻ്റെ ആവേശം കൊടുമുടിയോളം ഉയരും. പിന്നെയോ TV-യുടെ മുൻപിൽ ഇരിക്കുന്നത് നമ്മളെപ്പോലെയുള്ള പൊട്ടന്മാരായതുകൊണ്ട് പിന്നെ ആവേശ തിരത്തള്ളലിൽ ഇദ്ദേഹം കുറച്ച് സമയത്തേക്ക് നമ്മുടെ സിനിമയിലെ നിവിൻ പോളിയെ പോലെയാകും. ആ സമയത്ത് അങ്ങർക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റുകയേയില്ല. കത്തിക്കയറി എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ച് അദ്ദേഹത്തിൻ്റെ ഗുരു
ഫ്ലോറിൽ ഒരിടത്തും നിൽക്കാതെ നൃത്തം ചവിട്ടുന്നത് പോലെയുള്ള ചടുല നീക്കങ്ങളായിരിക്കും പിന്നെ നമ്മൾ കാണുക. ഇനി ഒരു പഴയ വീഡിയോ കൂടി കാണിച്ചു തരാം. കാരണം 30 മീറ്റർ മതി എന്നുള്ള ഒരു പൊതുജന വികാരവും സാങ്കേതിക വൈദഗ്ധ്യ വികാരവും മനസ്സിലാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വർഗത്തിലേക്കുള്ള പാത ഇടുങ്ങിയതല്ലേ? ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ പാതയ്ക്ക് 45 മീറ്റർ വീതി വേണമെന്നുള്ള ശാഠ്യം ഫണ്ടമെന്റലിസം അല്ല. ആ ഫണ്ടമെന്റലിസം അല്ലല്ലോ ജനാധിപത്യത്തിന് ആവശ്യം. നമ്മുടെ നാടിനെയും സമൂഹത്തെയും പാതയെയും ജന ആവാസ വ്യവസ്ഥയും മനസ്സിലാക്കിയിട്ടാവട്ടെ വികസനം. വികസനം എന്ന പ്രത്യയശാസ്ത്രത്തിന്റെ കുരുക്കിൽപ്പെട്ടു പോകരുത്. വികസനം നമുക്ക് വേണം, ന്യായമായ വഴി. കേട്ടില്ലേ? ഇവിടെ ദേശീയപാത 45 മീറ്റർ ആക്കാൻ ഉമ്മൻചാണ്ടി തീരുമാനിച്ചപ്പോൾ കേരളത്തിൽ വലിയ ബഹളമായിരുന്നു. എന്നാൽ തൻ്റെ വക ഒരു സംഭാവന കൂടി കിടക്കട്ടെ എന്ന് കരുതി ഡോക്ടറും ഒരു അഭിപ്രായം തട്ടിവിട്ടു. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ദേശീയപാതയ്ക്ക് 45 മീറ്റർ വീതി വേണമെന്ന് പറയുന്നത് ഫണ്ടമെൻ്റലിസമാണത്രേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ LDF ഗവൺമെൻറ്, ഇപ്പോഴത്തെ ഈ LDF ഗവൺമെൻറ് അവരല്ലേ ഏറ്റവും വലിയ ഫണ്ടമെൻ്റലിസ്റ്റുകൾ. എന്താണല്ലേ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട്. ഒരു ചാനലും ഒരു ഫ്ലോറും കിട്ടിയാൽ ലോകം തന്നെ കീഴ്മേൽ മറിച്ച് കളയാമെന്ന് കരുതുന്ന ഒരു മഹാൻ. ജനാധിപത്യം, സ്വാതന്ത്ര്യം, ഭരണഘടന ഇതിനെയൊക്കെ യാതൊരു വിധത്തിലും അടിസ്ഥാനപരമായി ചേരുക പോലും ഇല്ലാത്തടത്ത് കൂട്ടിച്ചേർത്ത് കയ്യടി വാങ്ങുക, അതാണ് ഇയാളുടെയൊക്കെ ലക്ഷ്യം. മിക്കവാറും എല്ലാ ചാനലിലും എല്ലാവരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇയാളോളം ഈ അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള ആൾ ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. ഇന്ത്യ റഫേൽ കരാറിൽ ഏർപ്പെട്ടപ്പോൾ ഇന്ത്യ S-400 എയർ ഡിഫൻസ് സിസ്റ്റം വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഇതേ മാധ്യമങ്ങൾ ഉൾപ്പെടെ മോദിയെ പറയാത്ത ചീത്ത വല്ലതുകൊണ്ടോ? ഇന്ന് പാകിസ്ഥാൻ അയച്ച ഒരു മിസൈൽ നമ്മുടെ ഏതെങ്കിലും ഒരു നഗരത്തിൽ വന്ന് വീണിരുന്നു എങ്കിൽ ഇതേ അളിയന്മാർ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞേനെ? ഇതെല്ലാം മാറ്റി പറഞ്ഞേനെ അല്ലേ? ഒരു വാർ റിപ്പോർട്ടിങ്ങിന് വേണ്ടുന്ന ഏറ്റവും അത്യാവശ്യമായ സംഗതി എന്താണ് എന്ന് ഇവർക്കറിയാൻ പാടില്ലേ? അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല. പ്രയോറിറ്റൈസ് ഫാക്ച്വൽ അക്യുറസി എന്നൊരു കാര്യമുണ്ട്. ഏതൊരു സംഗതിയും റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ അക്യുറസി അത് നോക്കി ഉറപ്പുവരുത്തണം. സെൻസേഷണലിസം മാറ്റിവെച്ചിട്ട് ഒഫീഷ്യൽ ഉറവിടങ്ങളിൽ നിന്നും മാത്രമുള്ള വെരിഫൈഡ് ഫാക്ട്സ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഭാഷ പ്രയോഗിക്കുമ്പോൾ അളന്നു തൂക്കിയാകണം പ്രയോഗിക്കേണ്ടത്. ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭാഷാപ്രയോഗം ഒഴിവാക്കുക. ടെൻഷനും ട്രോമയും ഉണ്ടാകാനിടയുള്ള ദൃശ്യങ്ങളും ചിത്രങ്ങളും കാണിക്കാതിരിക്കുക. വ്യക്തികളുടെ കോൺഫിഡൻഷ്യാലിറ്റി, സ്വകാര്യത ഇതൊക്കെ മാനിക്കുക, ബഹുമാനിക്കുക. ഇങ്ങനെ ഒരു യുദ്ധം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ന്യൂസ് ചാനലുകൾ ഒരു സംഘർഷമോ യുദ്ധമോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അക്യുറസി, കൃത്യത, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം, അതേപോലെ സെൻസിറ്റിവിറ്റി ഇതിനൊക്കെ ആയിരിക്കണം. അതായിരുന്നോ ഇവിടുത്തെ ചാനലുകൾ ചെയ്തത്? മനുഷ്യനെ എങ്ങനെ പേടിപ്പിക്കാമെന്നതിന് റിസർച്ച് ചെയ്യുകയായിരുന്നില്ലേ ഇവരെല്ലാം? ഇതിലൊക്കെ രസകരമായ ഒരു കാര്യമുണ്ട്. ഇത്രയും നാളും വാ തുറന്നാൽ മോദിയെ തെറി വിളിച്ചുകൊണ്ടിരുന്ന സർവത്ര മലയാളം ചാനലിലെ അളിയന്മാരും ഇരുട്ടി വെളുത്തപ്പോൾ മോദി ഭക്തന്മാരായി മാറി. എന്തിന്? മൗദൂദിയുടെ ചാനലായ മീഡിയ വൺ പോലും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ സംഘർഷം റിപ്പോർട്ട് ചെയ്തത്. ഇങ്ങനെയൊക്കെ പറയാമോ? ഉള്ളിൽ സങ്കടമുണ്ടെന്ന്. ഇതൊക്കെ ആയിരുന്നു ഇവന്മാരുടെ ഒക്കെ പൊതു ലൈൻ. മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, മരമുറി ചാനൽ, മീഡിയ വൺ എല്ലാവർക്കും മോഡി ഒറ്റ ദിവസം കൊണ്ട് ഹീറോയായി, ദൈവമായി. പേടിച്ചിട്ടാണ് കേട്ടോ. ഇനി എപ്പോഴാണ് ഇവരെല്ലാം കൂടി മോദിയെ താഴെ ഇറക്കുന്നത് എന്നെനിക്കറിയില്ല. അബദ്ധത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നമാകുമോ എന്ന് പേടിയായിരുന്നു ഇവർക്കൊക്കെ. പേടിച്ചിട്ട് കുറച്ചു പേരെങ്കിലും അബദ്ധത്തിൽ ഒന്നും എതിർത്ത് പറയാതിരിക്കുവാൻ ടെലിപ്രോംപ്റ്റർ ഒക്കെ നോക്കിയാണ് പലതും പറഞ്ഞുകൊണ്ട് ഇരുന്നത്. ഈ ജാതി കോപ്രായങ്ങൾ മലയാളി ആദ്യമായി കാണുന്നത് കൊണ്ടാണ് ഇതൊക്കെ ആയിരിക്കും വാർ റിപ്പോർട്ടിംഗ് എന്നവർ വിചാരിച്ചത്. ഇവരുടെ തള്ളിമറിക്കൽ കേട്ട് വാ പൊളിച്ച് മലയാളി 2 ദിവസം കൊണ്ട് ഒരു വഴിയായി. അതാണ് സത്യം. എന്തായാലും ഞങ്ങൾ മലയാളികൾക്ക് ഒന്നേ പറയാനുള്ളൂ, ചാനൽ കാണുന്ന ഞങ്ങളെയൊക്കെ വിഡ്ഢികളും വിവരമില്ലാത്തവരും ഒക്കെ ആക്കിക്കൊള്ളൂ. പക്ഷേ ഞങ്ങളും അരി ആഹാരമാണ് കഴിക്കുന്നതെന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. നന്ദി, നമസ്കാരം.